മാറങ്ങോട്ട്. മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. അവൾ ആ ടോർച്ച് തട്ടിപ്പറിച്ച് മുൻപോട്ട് നടന്നു. നശിപ്പിച്ച്. അജിത്ത് പിറുപിറുത്തുകൊണ്ട് അവളുടെ പിന്നാലെ വരുന്നത് കേൾക്കെ അവൾ ചിരിയുതിക്ക് പോയി ഇടം കണ്ണിട്ട് അവനെ ഒന്ന് നോക്കി. മുഖം വീർത്ത് കെട്ടിയിരിപ്പാണ്. ഇരിക്കട്ടെ, ഇത്ര കാലം എന്നെ പിന്നാലെ നടത്തിച്ചതല്ലേ, കുറച്ചു കാലം ഇനി എൻ്റെ പിന്നാലെ നടക്ക്. അവൾ ഊറി വന്ന ചിരിയോടെ മനസ്സിലോർത്തു. അമ്മായിയേ. അജിത്ത് ഉമ്മറത്തേക്ക് കയറി അകത്തേക്ക് നീട്ടി വിളിച്ചു. അപ്പോഴേക്കും ആവണിയുടെ അമ്മ വെപ്രാളത്തോടെ ഉമ്മറത്തേക്ക് വന്നു. ഹോ, ഞാൻ പേടിച്ചു പോയി. എവിടെ കിടക്കുവാണ് അസത്തെ? ആവണിയുടെ കൈക്കിട്ട് നല്ലൊരു തല്ല് വെച്ചു കൊടുത്തു. ഓ, വേദനിച്ചു. അവൾ കൈ തുടച്ചുകൊണ്ട് അമ്മയെ കൂർപ്പിച്ച് നോക്കി. ഞാൻ ഇറങ്ങുവാ അമ്മായി. അജിത്ത് ചിരിയോടെ തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ആവണി തൂണിൽ ചാരി അവനെ നോക്കി നിൽക്കുവാണ്. കഴിച്ചിട്ട് പോകാം അജിത്തേട്ടാ, ആവണി കുസൃതിയോടെ പറയുന്നുണ്ട്. അജിത്ത് അവളെ തിരിഞ്ഞൊന്ന് നോക്കി. ഇല്ല, പോകട്ടെ. അവൻ അത്രമാത്രം പറഞ്ഞ് നടന്നകന്നു. നടക്കങ്ങോട്ട്. അച്ഛൻ വന്നിരുന്നുവെങ്കിൽ കിട്ടിയേനെ നിനക്ക്. അമ്മ വീണ്ടും പിന്നിൽ നിന്നൊരടി വെച്ചു കൊടുത്തു. വരുവാ അമ്മേ. ആവണി പുറമുഴിഞ്ഞു. നല്ല വേദന. അമ്മായിയുടെ അടുത്തായതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയാത്തത്. ഇല്ലെങ്കിൽ ഇന്ന് നല്ലത് കിട്ടിയേനെ അവൾ മനസ്സിലോർത്തു. സിനി എന്ന് ഫോണിൽ തെളിഞ്ഞതും വിവി പതർച്ചയോടെ ഫോൺ ചെവിയോട് ചേർത്തു. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി വിവി? വെപ്രാളത്തോടെയുള്ള സ്വരം. സിനി നന്നായി കരഞ്ഞിരിക്കുന്നു. അത് സിനി, ഞാൻ അറിഞ്ഞില്ല ചാരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിവി പറഞ്ഞു തുടങ്ങി. ഒപ്പം ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ, ജോർജിനെ കണ്ടതും അയാൾ ചെയ്തതുമെല്ലാം പറഞ്ഞു. അപ്പുറത്തുനിന്ന് സിനി അതെല്ലാം കേൾക്കെ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ മാറി നിന്ന എല്ലാം നേരെയാവോ എന്നാണ് കരുതിയത്. പക്ഷേ സിനി വിങ്ങിപ്പൊട്ടി. വിവിക്ക് എന്ത് പറയണമെന്നറിയാതെ പതറി. ഞാൻ കാരണം എൻ്റെ കുഞ്ഞിന് എന്നും സങ്കടമേ ഉണ്ടായിട്ടുള്ളൂ. സിനി പറയുന്നതൊന്നും വിവിക്ക് മനസ്സിലായില്ല. ജോർജും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? വിവി തിരിച്ചു ചോദിച്ചു. സിനി പക്ഷേ മൗനമായി. എല്ലാം അറിയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അത് സിനി ഒന്ന് നിർത്തി. പറയൂ സിനി, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് നീ എന്നോട് മറച്ചു വെക്കുന്നത്? വിവി ഫോണെടുത്ത് ജനൽപ്പാളിയുടെ അടുത്തേക്ക് മാറി നിന്നു. സിനി ഒന്ന് ദീർഘനിശ്വസിച്ച്, കളവ് പറയുന്നതിൽ അർത്ഥമില്ല, അവനെല്ലാം അറിയണം. ജോസഫ്, അയാൾ എൻ്റെ ഭർത്താവായിരുന്നു വിവി. സിനി പറഞ്ഞത് നടുക്കത്തോടെയാണ് വിവി കേട്ടത്. അവൻ പകപ്പോടെ ജനൽപ്പാളിയിൽ മുറുക്കെ പിടിച്ചു. മനസ്സിലായില്ല? വിവിയുടെ ശബ്ദമിടറി. പ്രണയം നടിച്ച് എങ്ങനെയാണോ അയാൾ നിന്റെ അനിയത്തിയെ ചതിച്ചത്, അതുപോലെ എന്നെയും അയാൾ ചതിച്ചു. സിനിയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അയാളോടുള്ള പകവനവന് വായിച്ചെടുക്കാമായിരുന്നു. വിവി ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ്. അയാളിന്നില്ല, പക്ഷേ ഇപ്പോഴും അയാളുടെ ക്രൂരതയുടെ ബാക്കി പത്രമായി അനുഭവിക്കുന്നത് ചാരുവാണ്. അവൾ പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ലായിരുന്നു. മനസ്സിലായില്ല സിനി, ചാരു എങ്ങനെ? വിവിയുടെ പുരുകം സംശയത്തോടെ ചുളിഞ്ഞു. ചാരുവിന് അവളുടെ പ്രണയം നഷ്ടമായി. സിനി പറഞ്ഞു നിർത്തി. അവളുടെ കണ്ണുകൾ തോരാതെ പെയ്തു. ആരാണ് ചാരുവിൻ്റെ പ്രണയം? വിവിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ കുട്ടിയുടെ കൂടെ വന്നത് ആരാണ്? പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ചോദ്യം വന്നത്. വിവി ഞെട്ടി തിരിഞ്ഞു നോക്കി. ഡോക്ടർ വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം സിനി, ഡോക്ടർ വന്നു. വിവി വെപ്രാളത്തോടെ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ട് അവിടേക്ക് നടന്നു. അവൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ദാ, ഈ മെഡിസിൻ മേടിച്ചുകൊണ്ട് വരണം, മുറിവ് ഡ്രസ്സ് ചെയ്യാനാ. ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന സിസ്റ്റർ നിർദ്ദേശം കൊടുത്തപ്പോൾ വിവി അനുസരണയോടെ തലയാട്ടി. കുഴപ്പമൊന്നുമില്ല, ഷോക്കിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു. ഇവിടെ കൊണ്ട് വന്നപ്പോൾ അതാണ് മയങ്ങിയത്. 24 മണിക്കൂർ ഒബ്സർവേഷന് കിടന്നിട്ട് തിരിച്ചു പോകാം. ഡോക്ടർ പറയുന്നത് കേൾക്കെ വിവി ശരിയെന്ന മട്ടിൽ തലയാട്ടി. അപ്പോഴും ചാരു നല്ല മയക്കത്തിലാണ്. വിവി അവളെയൊന്ന് നോക്കിയ ശേഷം മരുന്ന് വാങ്ങാനായി പുറത്തേക്ക് നടന്നു. തിരിച്ചു മരുന്ന് മേടിച്ചു വരുമ്പോൾ ചാരു കണ്ണു തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത്. വിവി നേഴ്സിൻ്റെ കയ്യിൽ മരുന്ന് ഏൽപ്പിച്ച് അവളുടെ അടുത്ത് വന്നു നിന്നു. ചാരുവിന് അവനെ നോക്കാൻ കഴിഞ്ഞില്ല. മുഖം കുനിച്ച് തന്നെയാണ് കിടക്കുന്നത്. വിവി അത് കാണിയൊന്നും മിണ്ടാതെ കസേരയിലിരുന്നു. എന്നാലും പോകുമ്പോൾ ഒന്ന് പറയാമായിരുന്നു. അവൻ്റെ ശബ്ദത്തിലെ നീരസം വ്യക്തമായി അവൾ അറിഞ്ഞിരുന്നു. പിടയുന്ന കണ്ണുകളോട് അവനെ ഒന്ന് നോക്കി. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. ദൈവമായിട്ടാ വീണ്ടും മുൻപിൽ കൊണ്ടുവന്നത്. അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ചാരു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകിയിറങ്ങുന്നത് മാത്രം കണ്ടു വിവി. പഴയ വാടക വീട്ടിൽ പോയിരുന്നു അല്ലേ?
വിവിയുടെ ചോദ്യത്തിന് ചാരുമല്ലേ അതേയെന്ന് തലയാട്ടി. ഞാൻ പോയി ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞു, ഇനിമേല ഇവിടെ കണ്ടുപോവരുത് എന്നൊക്കെ. വിവിയുടെ തമാശ രൂപേണയുള്ള പറച്ചിൽ കേട്ടതും നിറഞ്ഞു തുളുമ്പിയ മിഴിയോടെ അവളെ നിന്ന് നോക്കി. അവളുടെ കണ്ണുകൾ കാണി അവന് വല്ലാതെയായി. രക്ഷപ്പെടണ്ടായിരുന്നു മാഷേ. അവളുടെ ശബ്ദമിടറി. കേട്ടപ്പോൾ വിവിക്ക് ദേഷ്യമാണ് വന്നത്. മനുഷ്യനെ കണ്ടത്രയും ഓടിക്കണ്ടുപിടിച്ച് സമാധാനിച്ചു വരുമ്പോൾ അവൾ പറയുന്നത് കേട്ടില്ലേ, രക്ഷപ്പെടേണ്ട പോലും. വായടച്ചൻ്റെ കൂടെ വന്നോണം. ഇനി നിന്നെ നല്ലൊരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ ഉത്തരവാദിത്വം ഞാനങ്ങ് ഏറ്റെടുത്തു. വിവിയുടെ സംസാരം കേൾക്കെ ചാരുവിനൊന്നും മനസ്സിലായില്ല. സിനി വിളിച്ചതിനെ പറ്റി വിവി മനഃപൂർവ്വം പറഞ്ഞില്ല. അവളെല്ലാം അറിഞ്ഞു എന്നറിഞ്ഞ ചിലപ്പോൾ ഏറെ വിഷമത്തിലാവും. അതുകൊണ്ട് തന്നെ അക്കാര്യം അവളിൽ നിന്ന് മറച്ചു വെച്ചു. നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്രയും നേരം? കുളപ്പടവിൽ കാത്തിരുന്ന് മടുത്തിരുന്ന് വിച്ചുവിലെ. അപ്പോഴാണ് ആശ അവിടെ വന്നിരുന്നത്. കയ്യിൽ ഒരു പിടി നാരങ്ങ മിഠായിയുമുണ്ട്. കുട്ടികൾ വിടണ്ടേ, പിന്നെ ഇന്ന് ഫീസ് തരുന്ന ദിവസമായിരുന്നു. ആശ പറയുന്നതോടൊപ്പം ഒരു നാരങ്ങ മിഠായി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആഹാ, അപ്പം കാര്യമായി തടഞ്ഞു കാണുമല്ലോ. 500 താടി, അടുത്ത ആഴ്ച തരാം. വിച്ചു തമാശ രൂപേണ പറയുന്നത് കേട്ടപ്പോൾ ആശ കൂർപ്പിച്ചു നോക്കി. ഒപ്പം തോളത്തൊരടിയും വെച്ചു കൊടുത്തു. ക്യാഷ് വേണമെങ്കിൽ സ്വന്തമായി അധ്വാനിക്കണം കേട്ടോ, അല്ലാതെ പോക്കറ്റിൽ കൈയിടാനല്ല വരേണ്ടത്. ആശ നല്ല കർക്കശക്കാരിയായി. വിച്ചു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. ഓ, നിന്റെ കാശൊന്നും എനിക്ക് വേണ്ടേ? വിച്ചു കൈമലർത്തിയപ്പോൾ അവൾ ചിരിച്ചുപോയി. കാശില്ലേലും വേറൊരു സാധനം തരാലോ. അത് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് നീങ്ങിയിരുന്നു വിച്ചു. ആശ കണ്ണുകൂർപ്പിച്ചുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കി. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന അവൾ അവൻ്റെ തോളിൽ ഒരു നുള്ളി കൊടുത്തു. കുറുമ്പ് കൂടുന്നുണ്ട്. അവൾ ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാരി. എത്ര നാളിങ്ങനെ ഒളിച്ചും പാത്തും നടക്കും? നമുക്ക് കെട്ടണ്ടേ? അവൻ ചോദിച്ചപ്പോൾ പതിയെ തല ഉയർത്തി നോക്കി. പിന്നെ വേണം, അതിനു മുൻപേ ഒരു ജോലി വേണ്ടേ? അവൾ തിരിച്ചു ചോദിച്ചപ്പോൾ വിച്ചു മുഖം വെട്ടിച്ചു കളഞ്ഞു. കണ്ടോ, എന്നോട് നല്ല ജോലി നോക്കുമെന്നാ പറഞ്ഞവനാണ്. ആശ അവൻ്റെ കൈ അമർത്തി ഒരു നുള്ളം വെച്ചു കൊടുത്ത് ദേഷ്യത്തിൽ എഴുന്നേറ്റു. ഇത് കളിയാണെന്നാണോ വിചാരം? ദേ, ജോലിയില്ലേൽ എൻ്റെ അച്ഛൻ കെട്ടിച്ചു തരുമെന്ന് കരുതണ്ട കേട്ടോ. ഞാൻ പോകുന്നു. അവൾ മുഖം വെട്ടിച്ച് ദേഷ്യത്തിൽ നടന്നു. വിച്ചു അവളെ തിരിഞ്ഞു നോക്കി. ഓ, പിണങ്ങിപ്പോയി. അവൻ തലയിൽ കൈവച്ചിരുന്നു. അതെ, നിങ്ങൾ എവിടെയാ? മനുവിൻ്റെ അമ്മ മുറിയിലിരുന്ന് കുറേ നേരമായി അച്ഛനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അവർക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല. അച്ഛനെ വിളിച്ചിട്ടൊട്ടും കാണുന്നുമില്ല. അച്ഛൻ തൊടിയിലേക്ക് പോയതാ. അമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ഓ, ഒരാവശ്യം വന്ന ആരും ഉണ്ടാവില്ല. അവർ കലിയോടെ പെറുപെറുത്തു. ശേഷം പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അമ്മ ആരുടെ കാര്യമാ പറയുന്നത്? വാതിൽക്കൽ നിന്ന് കേട്ട ശബ്ദത്തിൽ അവർ തിരിഞ്ഞു നോക്കി. മൈഥിലി. അമ്മയുടെ കണ്ണുകൾ വിടർന്നു. ആഹാ, മക്കൾ വന്നു. അവരുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. പക്ഷേ മൈഥിലി അത് കാര്യമാക്കാതെ അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ വന്നപ്പോൾ വീട് മലക്കെ തുറന്നു കിടക്കുന്നു. അച്ഛൻ എവിടെ പോയി? സാധാരണ മട്ടിൽ മൈഥിലി അമ്മയെ നോക്കി. അങ്ങേര് തൊടിയിൽ പോയെന്ന് തോന്നുന്നു. മക്കൾ എന്നെ ഒന്ന് ബാത്റൂം വരെ കൊണ്ടാക്കി തന്നേ. അമ്മയ്ക്ക് നല്ല കാലുവേദന. അവരെ മുഖം ചുളുക്കി പറയുന്നത് കേട്ടതും വലിയ താല്പര്യമില്ലാതെ മൈഥിലി കൈകളിൽ പിടിച്ചു ബാത്റൂമിലാക്കി കൊടുത്തു. ഞാനിപ്പം തന്നെ ഇറങ്ങും. ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നതമ്മ അറിഞ്ഞില്ലേ? അവിടെ 100 കൂട്ട പണികൾ ഉള്ളതാ. ബാത്റൂമിൽ നിന്ന് അമ്മയെ ഇറക്കുമ്പോഴേക്കും മൈഥിലി അത്യാവശ്യം സാധനങ്ങൾ കവറിലാക്കിയിരുന്നു. അമ്മ അവളെ തുറിച്ചു നോക്കി. ഇങ്ങനെ മാറുമോ തൻ്റെ മകൾ? അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ നിനക്ക് 2 ദിവസം ഇവിടെ വന്നിരുന്നൂടെ മൈഥിലി? വാക്കുകളിലെ ഇഷ്ടക്കേട് മൈഥിലിക്ക് മനസ്സിലായിരുന്നു. എന്ത് ചെയ്യാനാ അമ്മേ? ഏട്ടൻ വന്നതുകൊണ്ടല്ലേ. അമ്മയുടെ മരുമകളോട് വന്ന് നിൽക്കാൻ പറ. അല്ലേ, അവളെന്തിനാ എപ്പോഴും സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത്? കെട്ടിച്ചു വിട്ട കെട്ടിയവൻ്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? മൈഥിലി പുച്ഛത്തോടെ പറയുന്നത് കേട്ടാണ് അച്ഛനകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ടാണോ എൻ്റെ മോള് ഇത്രയും കാലം ഇവിടെ ആട്ടിപ്പേറി കിടന്നത്? പിന്നിൽ നിന്ന് അച്ഛൻ്റെ ചോദ്യം കേൾക്കെ ഇരുവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അച്ഛൻ വാതിൽ പടിക്കൽ നിൽക്കുന്നുണ്ട്. മൈഥിലിയുടെ മുഖം കടുന്നൽ കുത്തിയതുപോലെ വീർത്തു. കണ്ടു അമ്മേ അച്ഛൻ പറയുന്നത്? അപ്പോൾ എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ലേ? മൈഥിലി കണ്ണു നിറച്ചു. പക്ഷേ ഇപ്രാവശ്യം അമ്മയുടെ മുഖത്ത് അലിവൊന്നും കണ്ടില്ല. അച്ഛൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? നിന്റെ വർത്താനം കേട്ടിട്ടാണ് ആ കൊച്ചിനെ ഞാൻ ഓരോന്ന് പറഞ്ഞത്. ഇന്നുകൂടെ അവൾ വന്നു നിൽക്കാൻ തയ്യാറായി വന്നു നിന്നതാ.
അല്ലേലും മക്കളെ കണ്ടും മാമു കണ്ടും കൊതിക്കരുത് എന്ന് പറയുന്നത് സത്യമാണ്. അമ്മ ഭിത്തിയിൽ പിടിച്ചു പിടിച്ച് കട്ടിലിൻ്റെ ഓരത്തായി വന്നിരുന്നു. അവർക്കിപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരുടെ കണ്ണുകൾ നിറഞ്ഞത് അച്ഛൻ കണ്ടു. അത് പക്ഷേ പുറത്ത് കാണിക്കാതെ അവർ കിടന്നു. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നില്ല. പക്ഷെ ഞാനെങ്ങനെ ഒഴിഞ്ഞു പോകുമെന്ന് കരുതണ്ട. എൻ്റെ അവകാശപ്പെട്ടത് എനിക്ക് കിട്ടിയേ പറ്റൂ. മൈഥിലി അമ്മയുടെ വാക്കുകൾ പോരുകോഴിയെ പോലെ എതിർത്തു. അതിന് നിനക്കിവിടെ എന്താണുള്ളത്? ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നിന്നെ കെട്ടിച്ചു. നിനക്കും മനുവിനും ഇനി ഒന്നുമില്ല ഇവിടെ. അമ്മ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. മൈഥിലി മനസ്സിലാവാതെ അമ്മയെ നോക്കി. 2 മക്കൾക്കും ഒന്നുമില്ല എങ്കിൽ ഇത് എനിക്കും അച്ഛനും അവകാശപ്പെട്ടതാണ്. ഞങ്ങളുടെ ചികിത്സയ്ക്കും മറ്റും ഉള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾ മക്കൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ 2 പേരുടെ കാലശേഷം വഴിയെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് മനക്കോട്ട കെട്ടി എൻ്റെ മക്കൾ ഇവിടെ നിൽക്കണ്ട, കേട്ടല്ലോ? അമ്മ തീർത്തു പറഞ്ഞതും അച്ഛൻ്റെ ചുണ്ടിൽ ചിരി വന്നുപോയി. എത്ര പെട്ടെന്നാണ് അമ്മ മാറിയത്. മുൻപ് മകൾ കഴിഞ്ഞ ആരും ഉണ്ടായിരുന്നുള്ളൂ. അന്നല്ലിയെ ചെയ്തത് എന്തെല്ലാമാണ്. ഇന്നല്ലിക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നു. ഒരസുഖം വന്നാൽ മതി മനുഷ്യൻ മാറാനെന്ന് പറഞ്ഞ് കേട്ടിട്ടേയുള്ളൂ. ഇപ്പതേ കൺമുന്നിൽ. അച്ഛനോർത്തു. മൈഥിലിയാണെങ്കിൽ മാങ്ങേണ്ടി പോയ അണ്ണാനെ പോലെ അന്തം വിട്ട് അമ്മയെ നോക്കി നിൽക്കുന്നു. സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞെങ്കിൽ മക്കള് പോയിക്കോ. ഇനി തിരക്ക് ഞാൻ കാരണം ഉണ്ടാവേണ്ട. അമ്മ അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. മൈഥിലി അപ്പോഴും അതേ നിൽപ്പ് നിൽക്കുകയാണ്. പിന്നെ ഒന്നും മിണ്ടാതെ കയ്യിലെ കവർ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അച്ഛനത് കാണി ഊറിച്ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ഫോണെടുത്ത് മനുവിനെ വിളിച്ചു. ദേ ആളെ തിരിച്ചു കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി പോകണമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അമ്മ പിടിച്ചു കെട്ടിയിട്ടേക്കണം. ചാരുവിനെയും കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ വിവി അമ്മയെ നോക്കി ചിരിയോടെ പറഞ്ഞു. വിവിയുടെ കൂടെ ചാരുവിനെ കണ്ടതും അമ്മയുടെ മുഖം തെളിഞ്ഞു. അയ്യോ, തലയിൽ എന്തു പറ്റി മോളെ? അവർ ആദിയോട് ചോദിച്ചു. ചാരു എന്ത് പറയണമെന്നറിയാതെ പതറി നിന്നുപോയി. അതൊന്ന് വീണതാ അമ്മേ, കുഴപ്പമൊന്നുമില്ല. ഇനി അത് മതി അമ്മയ്ക്ക്. വിവി പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി. ചാരു ആശ്വാസത്തോടെ വിവിയെ നോക്കി. ഇല്ലെങ്കിൽ എന്ത് പറയൂ അമ്മയോട്? ഇനി എങ്ങോട്ടും പോകേണ്ട മോള്. അവർ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി. ചാരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇത്രയധികം സ്നേഹിക്കുന്നൊരമ്മ. ചാരുവിൻ്റെ നെഞ്ച് വല്ലാതെ പിടഞ്ഞു. അയ്യടാ, അമ്മയുടെ ഒരാഗ്രഹേ. അപ്പം ചാരുവിനെ കല്യാണമൊന്നും കഴിക്കണ്ടേ? വിവി ചിരിയോടെ കയ്യിൽ വാച്ചൂരി മേശപ്പുറത്ത് വെച്ച് ചോദിച്ചു. അത് ശരിയാ, ഒരു കാര്യം ചെയ്യ്. എൻ്റെ മോള് നീ അങ്ങ് കെട്ടിക്കോടാ ചെക്ക. അമ്മ അവളെ ചേർത്ത് പിടിച്ച് പറയുന്നത് കേൾക്കെ ഇരുവരും ഞെട്ടലോടെ പരസ്പരം നോക്കി. ചാരു ആകെ വിളറി വെളുത്തുപോയി. വിവിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവൻ പെട്ടെന്ന് സംയമനം വീണ്ടെടുത്ത് അമ്മയെ നോക്കി. ഒന്ന് പോയി അമ്മേ, വയസ്സാം കാലത്തെ ഓരോ ആഗ്രഹങ്ങളെ. വിവി അതിനെ തമാശയായി ചിരിച്ചു തള്ളി. ചാരുവിലും ചിരി വിരിഞ്ഞു. പക്ഷേ അത് നിസ്സംഗതയോടെയുള്ള ചിരിയാണെന്ന് മാത്രം. എന്തിനു കാണണമെന്ന് പറഞ്ഞത്? ഡാൻസ് കഴിഞ്ഞ് ആശ കുളപ്പടവിൽ വന്ന് നോക്കുമ്പോൾ അവളെ പ്രതീക്ഷിച്ചെന്ന പോലെ വിച്ചു ഇരിപ്പുണ്ടായിരുന്നു. വിച്ചു അവളെ ഒന്ന് നോക്കി. പെണ്ണിൻ്റെ മുഖം കെട്ടി വീർത്തിട്ടുണ്ട്. ഇന്നലെ പിണങ്ങിപ്പോയതാണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല. പിണക്കമാണോ? അവൻ അരികിൽ വന്ന് ആ കവിളിൽ പതിയെ നുള്ളി. ഒന്ന് പോകുന്നുണ്ടോ വിച്ചുവേട്ടാ? കൊഞ്ചാൻ വന്നിരിക്കുന്നു. അവൾ ആ കൈ തട്ടി മാറ്റി. വിച്ചു നോക്കുമ്പോൾ മുഖം അങ്ങനെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലാണ് ഈ പിണക്കൊന്ന് മാറുക? അവൻ കുസൃതിയോടെ വീണ്ടും അവളോട് ചേർന്നു നിന്നു. ആശ അവനിൽ നിന്ന് അകന്നു മാറി. ഒലിപ്പിക്കാൻ വന്നിരിക്കുന്നു. അവൾ പിറുപിറുത്തു. ജോലി കിട്ടിയ ഈ പിണക്കം മാറുമോ? വിച്ചുവിൽ നിന്ന് വീണ്ടും കുസൃതിയോടെയുള്ള സ്വരം. ആശ അവനെ കൂർപ്പിച്ചു നോക്കി. എന്നാൽ ദേ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. വിച്ചു ഒരു ലെറ്റർ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആശയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ധൃതിയിൽ ലെറ്റർ പൊട്ടിച്ചു വായിച്ചു. ശരിയാണ്, അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്. അത് മനുവേട്ടൻ്റെ അതേ കമ്പനിയിൽ. എടി മണ്ടൂസേ, അന്ന് ഞാൻ മനുവേട്ടൻ്റെ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി ഓർക്കുന്നില്ലേ? അതിൻ്റെ വിളി വരാൻ താമസിച്ചു. ചെന്നപാടെ ജോലി എടുത്തു തരാനേ എൻ്റെ അമ്മായി അച്ഛൻ്റെ അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. അവനത് പറയുന്നത് കേൾക്കി ആശ ചുണ്ട് കൂർപ്പിച്ചു. നിങ്ങളുടെ അമ്മായിച്ചൻ മാത്രമല്ല, എൻ്റെ അമ്മായിച്ചനുമല്ല അവിടെ ഇരിക്കുന്നത്. ആശ അതേ താളത്തിൽ തിരിച്ചടിച്ചു. വിച്ചു അത് കേട്ട് ചിരിച്ചുപോയി. എൻ്റെ അച്ഛനെ വിളിച്ചാലേ ഞാൻ തിരിച്ചും വിളിക്കും. ആശ കൈമലർത്തി. വിച്ചു അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. ജോലി വാങ്ങിയിട്ട് സമ്മാനമൊന്നുമില്ലേ? ആശയുടെ മുഖത്തേക്കൊന്ന് ഊതിക്കൊണ്ട് വിച്ചു ചോദിച്ചു. അവൾ ഒന്ന് വിറച്ചുപോയി. വിച്ചുവേട്ടാ, ആരെങ്കിലും കാണും കേട്ടോ.
ആശ അവനിൽ നിന്ന് കുതറി മാറി. പക്ഷേ വിച്ചു അവളെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. തന്നാലേ വിടൂ, വിച്ചു അതിലേറെ കുസൃതിയിൽ പറഞ്ഞു. ആശയ്ക്കാകെ പരവേശമായി. ആരെങ്കിലും കണ്ടാൽ തീർന്നു. അവൾ അവനെ ദയനീയമായി നോക്കി. തന്നാ ഞാൻ വിടും, അവനൊട്ടും മയമില്ലാതെ പറഞ്ഞു. ആശ പതിയെ അടുത്തേക്ക് വന്ന് കവിളിൽ അമർത്തി മുത്തി. ഡീ! പിന്നിൽ നിന്നൊരലർച്ച കേട്ടതും ആശ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഇരുവരും പെട്ടെന്ന് തന്നെ അകന്നു മാറി. അച്ഛൻ! ആശ പേടിയോടെ പറഞ്ഞുപോയി. വിച്ചു നോക്കുമ്പോൾ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ആശയുടെ അച്ഛൻ.